ശ്രീ സതീഷ് വസന്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കല്ലേ കേരളത്തെ നിലവിലെ മന്ത്രിമാർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? രോഹിണി ഏത് കാലത്താണ്? ഞാനും രോഹിണിയൊക്കെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്തും. അതുപോലെ നോക്കി നടന്നില്ലെങ്കിൽ കുഴിയിൽ വീഴും. അല്ല, ഞാൻ പറഞ്ഞത് ആകാശത്ത് നോക്കിയില്ലെങ്കിൽ ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന വൈദ്യുതി കമ്പികൾ. അല്ല, തിരുവനന്തപുരത്ത് രോഹിണി ഞാനും ഒക്കെ നടക്കുന്നത് എവിടെയൊക്കെയാണ് കുഴികളുണ്ടെന്നൊന്ന് പരിശോധിക്കൂ. നമ്മളൊന്ന് നിങ്ങളെല്ലാം അടിച്ച് ഈ ആക്ഷേപിക്കുന്ന ഒരു ഇത് നിർത്തു. ബഹുമാനപ്പെട്ട നമ്മളെ BJPയുടെ വക്താവ് പറയുന്നതായിട്ട്, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറയുന്നതായിട്ട്, നമ്മൾ ഓരോ പദ്ധതി ഉണ്ടായി, ആ പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ പദ്ധതി എന്ന് വെച്ചാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അത് ആരാണ് നടത്തുന്നത്? ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് നമ്മളാണോ? അല്ലല്ലോ. നിങ്ങൾ പറയുന്നതായിട്ട് ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുള്ള ഏജൻസി നമുക്ക് 1-ാം നമ്പർ തന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ വെച്ചിട്ടുള്ളതല്ലേ? അല്ലെങ്കിൽ ആ ഏജൻസി നിങ്ങൾ പിരിച്ചുവിടുക. നിങ്ങൾ പറയുന്ന ഏജൻസികളിലൊക്കെ പിരിച്ചുവിടുക. ഓരോ ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ ഓരോ മേഖലയിലും വച്ചിട്ടുള്ള ആ സെൻസസ് നിങ്ങൾ പിരിച്ചുവിടുക. നമ്മളല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ എന്ന് പറയുന്നത് 3600 കോടി ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി കൊടുത്തിട്ടാണ് ഈ ഹൈവേകളിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ ആരാണ് കൊടുത്തിട്ടുള്ളത്? നമ്മളാണോ? സെൻട്രൽ ഗവൺമെൻറ്റല്ലേ? ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഹൈവേകളിലൊക്കെ ഇടിഞ്ഞു വീഴുന്നത് നമ്മളെ കുറ്റം കൊണ്ടാണോ? നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്റെ വക്കീലെ, എങ്ങനെയാണ് നമ്മൾ മേൽനോട്ടം വഹിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ടുള്ള ടെൻഡറാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള കരാറ് ഉപകരാറായിട്ട് വേറെ ഒക്കെ കൊടുത്തിട്ട് അവർ കൊടുത്തിട്ടുള്ള സംവിധാനമാണ്. അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നമുക്കെന്താ അധികാരം? അല്ല, ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എവിടെയാണ് അഴിമതി കാണിക്കുന്നത്? നമുക്ക് അധികാരം? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കരാർ ജീവനക്കാരിൽ നമുക്കെന്താ അധികാരം? നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് നാഷണൽ ഹൈവേയുടെ പണിയുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. എന്റെ വക്കീല് ആ കരാർ കൊടുത്തിട്ടുള്ളത് നമ്മളാണോ? അത് സെൻട്രൽ ഗവൺമെന്റ് ആണോ കൊടുത്തത്? നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ കൊടുത്തിട്ടുള്ളത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ കൊടുത്തിട്ടുള്ളത്? ഹൈക്കോടതി പരാമർശമുണ്ടായി. വേറൊരു കാര്യമാണ്. നടത്തിയിട്ടില്ല. എല്ലാ ഓടകളും പണ്ട് ബഹുമാനപ്പെട്ട വക്കീല് പറയുന്ന കേട്ടു, പണ്ട് രാജഭരണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്നും വികസനം. എൻ്റെ സഹകരണ വക്കീലെ, പണ്ട് ഉന്തുവണ്ടി ഉണ്ടായിരുന്നു, കാളവണ്ടി ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്ന് കേരളത്തിലൂടെ ഉണ്ടോ? നിങ്ങൾ രാജതലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നുകൊണ്ട് അവിടെ ജനങ്ങളിൽ അവിടെ കാളവണ്ടിയുണ്ട്, കുതിരവണ്ടിയുണ്ട്, റിക്ഷകളുണ്ട്, ഉന്തുവണ്ടിയുണ്ട്. കേരളത്തിൽ ഡൽഹി പോയി നേരിട്ട് ഡൽഹി കണ്ടിട്ട് അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ആയിരുന്നു. ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾ പറയും. അല്ല, ഡൽഹിയിൽ ഇല്ലേ? ഡൽഹിയിൽ ഇതെല്ലാം ഉണ്ടെന്നേ. അല്ല, ഞാൻ വക്കീലിന് ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു തരാം. കേരളത്തിൽ എവിടെയെങ്കിലും കാളവണ്ടിയോ ഉന്തുവണ്ടിയോ അല്ലെങ്കിൽ റിക്ഷയോ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പം ഈ ഹോസ്പിറ്റലെല്ലാം മാറ്റിയിട്ടുള്ളത് ശരി ശരി, നമ്മുടെ സമയം കഴിയുകയാണ്. ശ്രീ സതീഷ് വസന്ത്, നേരത്തെ താങ്കൾ ശിശുമരണങ്ങൾ ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് പറയുകയുണ്ടായി. വയനാട് പൊലിയുന്ന ജനിച്ച കുഞ്ഞുങ്ങളുടെ കണക്കുകൾ അതിശയിപ്പിക്കുന്നതാണ്. അതുകൂടി ഓർക്കുക. കാരണം അതെല്ലാം മാൽന്യൂട്രീഷന്റെ ഭാഗമായിട്ടാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ശരി, ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്ന ഒരു ജില്ല കൂടിയുണ്ട്. അതുകൂടി എടുത്തു പറയുക. സംസ്ഥാനമാണ് കേരളം. ശരി ശരി.